മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഞാനും പ്രതാപനും അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചതെന്നും അവളെ മോൻ പൊന്നു പോലെ നോക്കണമെന്നും എല്ലാം മുത്തശ്ശിയാണെങ്കിൽ അപേക്ഷിക്കുന്നുണ്ട് ഉണ്ണിയോട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും മോൾ അവനെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുതെന്നെല്ലാം പറയുമ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ ചെറിയൊരു ചിരിയോടുകൂടി തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഞാനത് പൊന്നു പോലെ നോക്കിക്കോളാം എന്നെല്ലാം ഏക്കുകയാണ്. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് മതി മോനെ, ഇത്രയും കാര്യം കേട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ സന്തോഷിക്കുന്നു. പിന്നീട് കരുണയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഉണ്ണിയെ ആണെങ്കിൽ മാർക്കോ തടയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും വണ്ടിയിൽ നിന്നും പുറത്തിറക്കിയിട്ട് മാർക്കോ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഉണ്ണിയേട്ടൻ്റെ വീടൊന്നുമല്ല, അത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും വീടാണ്. അവർക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കാനായിട്ട് കഴിയണം. നീയും ഇവനും ഇനി മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും ഒരു ആപത്തുണ്ടാക്കിയെന്നറിഞ്ഞാൽ പിന്നീട് ഞാനൊന്നും ആലോചിക്കില്ല, നിങ്ങളെ രണ്ടുപേരെയും കൊന്നുകളയുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തോളം എല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് മാർക്കോ. ഉണ്ണിയും കരുണയും കമലേശ്വരത്ത് എത്തുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ അവരെ തടയുന്നുണ്ട്. നീ എന്തിനാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിൻ്റെ അച്ഛനെ കൊന്നവളുടെ മോളാണ് ഇവൾ, എന്നിട്ട് പോലും നീ ഇവളെ സ്വീകരിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ സ്വീകരിച്ചതെന്നെല്ലാം പറയുന്നത് കേട്ട് അങ്ങോട്ട് വരുന്ന കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ അവനാണെങ്കിൽ അവളെയും കൊണ്ട് വന്നിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ കൈകൂപ്പിക്കൊണ്ട് തന്നെ കണ്ണൻ്റെ മുന്നിലോട്ട് ചെല്ലുന്നു. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തിനാടി എൻ്റെ മുന്നിൽ കൈകൂപ്പുന്നത്? നിൻ്റെ എല്ലാം കപട സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ നിന്നെയെല്ലാം ഇവിടെ നിന്നും ഇറക്കി വിടാനായിട്ട് എൻ്റെ മഹിക്കും എനിക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ ഇവിടെ കയറ്റിയിരിക്കുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ചെയ്ത കാര്യമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ടെന്നെല്ലാം ദുർഗയോടായിട്ട് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോനെ നിനക്ക് എപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് ആരെയും വിശ്വാസമില്ല, എല്ലാവരെയും എനിക്ക് പേടിയാണെന്ന് കണ്ണൻ പറയുന്നു. ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അവളുടെ മുത്തശ്ശി നിനക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തോ എന്നെല്ലാം കണ്ണനാണെങ്കിൽ ഉണ്ണിയോടായിട്ട് ചോദിക്കുമ്പോൾ ഇവൾ ഗർഭിണിയായതുകൊണ്ട് മാത്രമാണ് ഇവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിനക്ക് അധിക ചിലവായിട്ടല്ലേ തോന്നുന്നത്? പിന്നെ നീ എന്തിനാണ് ഈ ഒരു സാഹസം ചെയ്തതെന്നെല്ലാം ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടാത്ത തന്നെ നിൽക്കുന്നു. ഇവളെ ഇവിടെ കയറ്റരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്കും മഹിക്കും അങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവളെ ഇവിടെ കയറ്റുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ അകത്തോട്ട് പോകുന്നു. പക്ഷേ കരുണയുടെ മനസ്സിൽ എന്തോ വലിയൊരു ഗൂഢാലോചന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കരുണ അകത്തോട്ട് പോകുന്നത്. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് മുത്തശ്ശിയാണെങ്കിൽ ജയിലിൽ എത്തുന്നുണ്ട്. മുത്തശ്ശിയെ കാണുന്നതും പ്രതാപനാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി തന്നെ മുത്തശ്ശിയുടെ അടുത്ത് വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ട ഒരവസ്ഥ വന്നല്ലോ മോനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയുന്നത് കണ്ട് പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ കരുണമോളെ ഓർത്തിട്ടാണ് സങ്കടം. അവളുടെ ജീവിതം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചല്ലോ എന്നെല്ലാം ഓർത്ത് എനിക്കൊരു സമാധാനമില്ല അമ്മ എന്ന് പറയുമ്പോൾ കരുണമോള് ഉണ്ണിമോൻ്റെ കൂട്ടത്തിൽ പോയി എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ സംഭവിച്ചു? അവൻ്റെ അച്ഛനെയല്ലേ ഞാൻ കൊന്നത്, പിന്നെ ഉണ്ണി എങ്ങനെ അവളെ സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം മോനെ, എൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ അവൻ്റെ പേരിലോട്ട് ഞാൻ എഴുതി കൊടുത്തു. അപ്പോഴാണ് അവൻ കരുണയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായത്. അത് കരുണമോൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അമ്മ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മോളുടെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് സഹിച്ച് എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അവൻ്റെ പേരിലോട്ട് ഞാൻ എഴുതി കൊടുത്തു. കരുണമോൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുന്നു. പിന്നീട് ജയിലിലെത്തുന്ന പ്രതാപനാണെങ്കിൽ വാമദേവനെ ഇടിച്ച് ഒരു പരുവത്തിലാക്കുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. നിന്നെ ഞാൻ എന്ന് കണ്ടുമുട്ടിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ നാശം. എൻ്റെ മോളുടെ ജീവിതവും നശിപ്പിച്ചത് നീ തന്നെയാണ്. എൻ്റെ അമ്മയുടെ സ്വത്തുക്കളും ഇപ്പോൾ നഷ്ടമാക്കാൻ കാരണവും നീ തന്നെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവനെ ഇടിച്ചൊരു പരുവത്തിലാക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയും നടക്കുന്നു. പിന്നീട് മഹിയെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ കാണാനെത്തുന്ന കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, ഉണ്ണിയുടെ അമ്മ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് ക്ഷമ ചോദിച്ചു. എൻ്റെ സ്വഭാവമെല്ലാം മാറിയെന്നും ഇനി നിങ്ങളുടെ കൂടിയാണ് ഞാൻ നിൽക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോളെയും കണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല, കാര്യം കാണാൻ അവരെന്തും ചെയ്യുമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ ആകുക.
പോകുന്നതാണ്. ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, ഉണ്ണി നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് വിചാരിച്ച് നിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ മരുമകളായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇനി എൻ്റെ മൂത്ത മരുമകൾ മഹി മാത്രമാണ് എനിക്ക് മരുമകളായിട്ടുള്ളൂ. എൻ്റെ കണ്ണനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നും അതിനിരട്ടിയായിട്ട് അവന് ഞാൻ സ്നേഹം കൊടുത്ത് അവനെ എനിക്ക് പരിപാലിക്കണമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. ഇനി എൻ്റെ മൂത്ത മോനെ സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മയാണ് നീ കാണാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ആകെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാകുകയാണ്. പിന്നെ ദുർഗ പോയതിന് ശേഷം ദുർഗയോട് വളരെ ദേഷ്യം തോന്നുകയാണ് കരുണയ്ക്ക്. കാരണം ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന അമ്മ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചരിഞ്ഞതുകൊണ്ട് ദുർഗയോട് ഒരു തീരാത്ത പകയുണ്ടാകുകയാണ് കരുണയ്ക്ക്. അങ്ങനെ കരുണയാണെങ്കിൽ ദുർഗയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ തന്നെ ദുർഗ കണ്ണനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് വരുന്ന കണ്ണനെ കാണുന്ന കരുണയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദുർഗയുടെ തനിനിറം ഇയാൾ മനസ്സിലാക്കിക്കോളും എന്ന് തന്നെ മനസ്സിലാകുകയാണ് കരുണയ്ക്ക്. കാരണം ദുർഗ ഇപ്പോഴും മഹാലക്ഷ്മി കണ്ണന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിച്ചാലും അത് ദുർഗയുടെ തലയിൽ തന്നെ ഇരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.